ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഞാനെന്നുള്ളത് നമ്മളുടെ ചാർക്കോസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് കേട്ടോ. നമ്മുടെ കർണാടക സ്റ്റേറ്റിൽ മൈസൂരുള്ള ഒരു പ്രീമിയം കോളേജിലാണ് BSc നഴ്സിംഗ് അതുപോലെ അലൈഡ് ഹെൽത്ത് സയൻസിലെ കോഴ്സിൽ വരുന്ന ഓൾമോസ്റ്റ് എല്ലാ കോഴ്സും നമ്മുടെ കോളേജിൽ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മുടെ കോളേജിൽ എന്തൊക്കെയാണ് അപ്ഡേഷൻസ് ആയതുള്ളത് നോക്കാം. കഴിഞ്ഞ 2 വർഷം മുൻപ് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ചാർക്കോസിൻ്റെ. അപ്പോൾ പുതുതായിട്ട് എന്തൊക്കെ അപ്ഡേഷൻസ് ആണ് നമ്മുടെ കോളേജിൽ കൊണ്ടുവന്നത് നോക്കാം. പഴയ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഓക്കെ, മറ്റ് കോളേജുകളിൽ നിന്ന് ഒരുപാട് സ്പെഷ്യാലിറ്റി നമ്മളുടെ ഈ ചാർക്കോസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട് കേട്ടോ. കാരണം എന്താണെന്നുള്ളതൊക്കെ നമുക്ക് ഓരോ സെക്ഷനായിട്ട് പറയാം. നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെൻറ് യൂണിവേഴ്സിറ്റിയായ രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിൻ്റെ അണ്ടറിൽ തന്നെയാണ് നമ്മുടെ കോളേജ് വരുന്നത്. നമ്മുടെ കോളേജിൽ BSc നഴ്സിംഗ് അതുപോലെ അലൈഡ് ഹെൽത്ത് സയൻസിൽ വരുന്ന ഓൾമോസ്റ്റ് എല്ലാ കോഴ്സസും അവൈലബിൾ ആണ്. അതിൽ തന്നെ നമ്മുടെ BSc റേഡിയോ തെറാപ്പി എന്ന് പറഞ്ഞ കോഴ്സ് നമ്മുടെ മൈസൂരിൽ തന്നെ മറ്റുള്ള കോളേജിലൊന്നും അവൈലബിൾ അല്ല. നമ്മുടെ ചാർക്കോസിൽ മാത്രമേ BSc റേഡിയോ തെറാപ്പി ഉള്ളൂ. അതും ആകെ 10 സീറ്റ് മാത്രമേ ഉള്ളൂ. നമ്മുടെ ചാർക്കോസിൽ 2 സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ വരുന്നുണ്ട്. അതിൽ ഒരു ഹോസ്പിറ്റൽ ക്യാൻസറിന് വേണ്ടി മാത്രമായിട്ടുള്ള ഹോസ്പിറ്റലാണ്. അതുകൊണ്ട് തന്നെ BSc റേഡിയോ തെറാപ്പി എന്ന് പറഞ്ഞ കോഴ്സിന് വളരെയധികം ഓപ്പർച്യൂണിറ്റീസും അതുപോലെ പ്ലേസ്മെൻറ്റ് 100% ഷ്യൂറിറ്റി ആണ്. കാരണം നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു ജോലിക്കുള്ള അപ്പോയിൻമെൻറ്റ് ലെറ്ററും കൂടി ഇവർ കൂടെ തരുന്നുണ്ട്. സ്റ്റാർട്ടിംഗ് സാലറി തന്നെ 60,000 രൂപയാണ് വരുന്നത്. 7,25,000 രൂപയാണ് നമുക്ക് റേഡിയോ തെറാപ്പിയുടെ കോഴ്സിന് വരുന്നത്. അപ്പോൾ നമ്മുടെ കോളേജിൽ വരുന്ന കോഴ്സ് എന്ന് പറഞ്ഞാൽ BSc നഴ്സിംഗിന് നമുക്ക് ഫീസ് വരുന്നത് 11,95,000 രൂപയാണ്. അതുപോലെ അലൈഡ് ഹെൽത്ത് സയൻസിൽ വരുന്ന ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള 2 കോഴ്സുകളാണ് BSc MIT അതുപോലെ BSc OT ആൻഡ് AT. നമുക്ക് ഈ കോഴ്സുകൾക്ക് 7,25,000 രൂപയാണ് നമ്മളുടെ ഇപ്പോഴത്തെ കോഴ്സ് ഫീസ്. അതുപോലെ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അടക്കം ടോട്ടൽ ഫീസ് വരുന്നത്. അതുപോലെ നമുക്ക് വരുന്ന കോഴ്സാണ് BSc റേഡിയോ തെറാപ്പി. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വളരെയധികം നമുക്ക് വേറൊരു കോളേജിനും ഇല്ലാത്ത എന്നാൽ റെയർ ആയിട്ടുള്ള ഒരു കോഴ്സും അതുപോലെ തന്നെ നല്ല സാലറി സ്കെയിലിൽ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കോഴ്സാണ് റേഡിയോ തെറാപ്പി. അത് നമ്മുടെ ചാർക്കോസിന് മാത്രമാണ് മൈസൂർ വരുന്നത്. പിന്നെ നമുക്ക് വരുന്നതാണ് റെസ്പിറേറ്ററി കെയർ ടെക്നോളജി എന്ന് പറഞ്ഞ കോഴ്സ് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് വരുന്നൊരു കോഴ്സാണ് റിനയൽ ഡയാലിസിസ് ടെക്നോളജി RDT നമ്മുടെ കോളേജിൽ വരുന്നുണ്ട്. അതുപോലെ BSc MLT വരുന്നുണ്ട്. അതുപോലെ തന്നെ ബാച്ചിലർ ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. ഇത്രയും കോഴ്സുകളാണ് നമ്മളുടെ കോളേജിൽ അവൈലബിൾ ആയിട്ട് വരുന്നത്. അതിൽ നമുക്ക് MIT അതുപോലെ OT ആൻഡ് AT റേഡിയോ തെറാപ്പി ഇത്രയും കോഴ്സുകൾക്ക് നമുക്ക് ഈ ഇപ്പോൾ ഉള്ള ടോട്ടൽ പാക്കേജ് എന്ന് പറയുന്നത് 7,25,000 രൂപയാണ്. മറ്റുള്ള കോഴ്സുകൾക്കൊക്കെ നമുക്ക് 6,30,000 രൂപയാണ് നമ്മളുടെ കോഴ്സും അതുപോലെ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അടക്കം നമുക്ക് വരുന്ന കോഴ്സിൻ്റെ ഫീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മളുടെ കോളേജിൻ്റെ ലൈബ്രറി വരുന്നത് കേട്ടോ. സ്റ്റുഡൻസിന് പഠിക്കാനുള്ള അത്യാവശ്യത്തിനുള്ള എല്ലാ ബുക്സും നമ്മുടെ ലൈബ്രറിയിൽ അവൈലബിൾ ആണ്. എക്സാക്ട് മൈസൂരിൽ തന്നെയാണ് നമ്മുടെ കോളേജ് വരുന്നത് കേട്ടോ. നമ്മുടെ മൈസൂരിൽ നിന്ന് ഓൾമോസ്റ്റ് ഒരു 5 കിലോമീറ്റർ നമ്മുടെ കോളേജിലേക്ക് വരുന്നുള്ളൂ. ഒരു ഊബർ വിളിച്ച് വരാനുള്ള ഒരു ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ. നല്ല ഈസി ആയിട്ട് കേരളത്തിലെ സ്റ്റുഡൻസിന് ആക്സസ് ചെയ്യാൻ പറ്റുന്നതാണ്. കോളേജിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ തന്നെ മറ്റുള്ള കോളേജിൽ നിന്ന് ഒരു ഡിഫറെൻ്റ് ആയിട്ട് എനിക്ക് എപ്പോഴും ഫീൽ ചെയ്യാറുള്ളത് ഈ ഒരു അറ്റ്മോസ്ഫിയർ ആണ്. വളരെ പീസ്ഫുൾ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ. നോർമലി നമ്മുടെ കോളേജിൽ ഉണ്ടാവുന്ന രീതിയിലുള്ള ഒരു ടോട്ടൽ അറ്റ്മോസ്ഫിയർ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് മറ്റുള്ള കോഴ്സുകളൊന്നും ഈ കോളേജിൽ അവൈലബിൾ അല്ല. ഈ ഒരു മെഡിക്കൽ സയൻസിന് കീഴിലുള്ള കോഴ്സുകൾ മാത്രമേ നമ്മുടെ കോളേജിലുള്ളൂ. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള കുറച്ച് നല്ലൊരു രീതിയിലുള്ള സ്ട്രിക്റ്റും നല്ല പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഫെസിലിറ്റീസൊക്കെ കുറച്ചധികം പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കോളേജാണ്. കാരണം നമ്മുടെ BSc നഴ്സിംഗ് അതുപോലെ തന്നെ അലൈഡ് ഹെൽത്ത് സയൻസിൻ്റെ കോഴ്സുകൾ മാത്രമേ നമ്മുടെ കോളേജിൽ വരുന്നുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോർ വരുന്നത്. ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോവുകയാണ്. ഫസ്റ്റ് ഫ്ലോറിൽ വരുന്ന ക്ലാസ് റൂംസും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഗ്രൗണ്ട് ഫ്ലോറിൽ ഇത്രയും കാര്യങ്ങളാണ് വരുന്നത് കേട്ടോ. നമ്മളുടെ ഡിജിറ്റൽ ലൈബ്രറി, ഓഫീസ്, പ്രിൻസിപ്പൽ റൂം,
അതുപോലെ അഡ്മിഷൻ ബ്ലോക്ക് കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോറിൽ വരുന്നത്. ഇനിയിപ്പോൾ ഫസ്റ്റ് ഫ്ലോർ എങ്ങനെയാണെന്ന് നോക്കാം. ഇതാണ് നമ്മുടെ കോളേജിൻ്റെ ഫസ്റ്റ് ഫ്ലോർ കേട്ടോ. ഞാൻ നിങ്ങളുടെ അടുത്ത് നേരത്തെ പറഞ്ഞില്ലായിരുന്നോ, ഭയങ്കര ഒരു പീസ്ഫുൾ ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ ആണെന്ന്. ത്രൂ ഔട്ട് അങ്ങനെയാണ് കേട്ടോ. കോളേജിൻ്റെ ഓരോ സെക്ഷനും ഓരോ ഫ്ലോറിലും വളരെ പീസ്ഫുൾ ആയിട്ടുള്ളൊരു അന്തരീക്ഷമാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇതാണ് നമ്മളുടെ ക്ലാസ് റൂംസ് എല്ലാം വരുന്നത് കേട്ടോ. ഇപ്പോൾ നമ്മളുടെ എക്സാംസ് നടന്നുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് ഇപ്പോൾ എനിക്ക് ഉള്ളിലോട്ടൊന്നും കാണാൻ പറ്റുന്നില്ല. ജസ്റ്റ് ക്ലാസ് റൂംസ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടൊന്ന് എടുത്തതാണ്. അപ്പം ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞില്ലേ, നമ്മുടെ മറ്റു കോളേജുകളിൽ നിന്ന് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള ഒരു സ്പെഷ്യാലിറ്റി നമ്മുടെ ചാർക്കോസിന് വരുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ ഇതാണ് ആ സ്പെഷ്യാലിറ്റി കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചാർക്കോസിൽ ഈ BSc നഴ്സിംഗ് ആണെങ്കിലും അതുപോലെ അലൈഡ് ഹെൽത്ത് സയൻസ് ആണെന്നുണ്ടെങ്കിലും അതിൻ്റെ കൂടെ തന്നെ അവർ എൻട്രൻസ് എക്സാമിനുള്ള പ്രിപ്പറേഷൻ കൂടെ കൊടുക്കുന്നുണ്ട്. അത് മറ്റുള്ള കോളേജുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള റെയർ ആയിട്ടുള്ള കോളേജിൽ കൊടുക്കുന്നുള്ളൂ. മൈസൂർ മറ്റുള്ള കോളേജൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ ചാർക്കോസിൽ മാത്രമായിട്ട് കൊടുക്കുന്ന ഒരു ഫെസിലിറ്റിയാണ് OSCE, അതുപോലെ OET, CBT, IELTS. ഇതെല്ലാം നമ്മുടെ ഈ കോളേജിൽ നിന്ന് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നോർമലി നമ്മൾ ഒരു BSc നഴ്സിംഗ് കോഴ്സൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ കൂടുതൽ സ്റ്റുഡൻസ് പുറത്ത് പോകാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ അലൈഡ് ഹെൽത്ത് സയൻസ് ആണെങ്കിൽ മെഡിക്കൽ സയൻസിൽ കോഴ്സിന് നമ്മൾ പഠിക്കുന്ന കൂടുതലായിട്ട് ഇന്ത്യക്ക് പുറത്ത് പോയി വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് സ്റ്റുഡൻസ് 90% കുട്ടികളുടെ താല്പര്യം അതായിരിക്കും. അപ്പോൾ നമുക്ക് പുറത്ത് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ IELTS അതുപോലെ OET പോലുള്ള എൻട്രൻസ് എക്സാമിലൊക്കെ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഈ ഒരു കോഴ്സിൻ്റെ കൂടെ തന്നെ അത് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കോഴ്സ് കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് ആ ഒരു എൻട്രൻസ് എക്സാംസൊക്കെ ഏതെങ്കിലും ഒരു എക്സാം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്ലിയർ ചെയ്യാൻ പറ്റും. അത് സ്റ്റുഡൻസിന് വളരെയധികം ഒരു ഹെൽപ്ഫുള്ളാണ്. അത് മാത്രമല്ല കേട്ടോ, നമ്മുടെ കോളേജിൽ വരുന്ന സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് തന്നെ നമ്മുടെ കോളേജിൽ നിന്ന് തന്നെ സ്റ്റുഡൻസിന് പുറത്തേക്ക് റിക്രൂട്ട്മെൻറ്റ് ഇവർ കൊടുക്കുന്നുണ്ട്. പല രാജ്യങ്ങളിലേക്കും നമ്മൾ ഇവിടുന്ന് തന്നെ അവർ സ്റ്റുഡൻസിനുള്ള പ്ലേസ്മെൻറ്റ് കൂടെ തന്നെ കൊടുക്കുന്നുണ്ട്. നമ്മളൊരു BSc OTAT പോലുള്ള കോഴ്സുകളൊക്കെ പഠിക്കുമ്പോൾ നമുക്കൊരു ഓപ്പറേഷൻ തിയേറ്ററുള്ള ഹോസ്പിറ്റൽ വേണം ചൂസ് ചെയ്യാൻ. ഇപ്പോൾ പല കോളേജുകളിൽ നമുക്ക് ഹോസ്പിറ്റൽ ഉണ്ടെങ്കിൽ അതൊരു ക്ലിനിക്കായിരിക്കും. അപ്പോൾ നമുക്കൊരു പേരിനൊരു ഹോസ്പിറ്റൽ ഉണ്ടായിട്ട് നമുക്ക് കാര്യമില്ല. കാരണം ഈ BSc OTAT അതുപോലെ MIT പോലുള്ള കോഴ്സുകളൊക്കെ പഠിക്കുന്നത്, പ്രത്യേകിച്ച് നമുക്കൊരു ഓപ്പറേഷൻ തിയേറ്ററുള്ള കോഴ്സ് പഠിക്കുമ്പോൾ അവിടെ ഒരു ഓപ്പറേഷൻ തിയേറ്റർ മസ്റ്റാണ്. അപ്പോൾ നമ്മുടെ ചാർക്കോസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനിലെ കീഴിലുള്ള ഹോസ്പിറ്റലിൽ 8 OT തിയേറ്ററാണ് വരുന്നത്. അപ്പോൾ കംപ്ലീറ്റ്ലി സ്റ്റുഡൻസിന് വരുന്ന എല്ലാ ക്ലിനിക്കൽ പ്രാക്ടീസും നമ്മളുടെ കോളേജിൻ്റെ ഹോസ്പിറ്റൽ തന്നെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോർമലി ഹോസ്പിറ്റൽ ഇല്ലാത്ത കോളേജൊക്കെ ചൂസ് ചെയ്യുമ്പോൾ വളരെ ഫീസ് കുറവാണ്. പക്ഷെ നമുക്കിതുപോലെ ഹോസ്പിറ്റലിൽ തന്നെ ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ എണ്ണം കൂടുമ്പോൾ കുട്ടികളുടെ പ്രാക്ടീസിനുള്ള എല്ലാ രീതിയിലുള്ള ഒരു ക്വാളിറ്റി അവർക്ക് കിട്ടുന്നതാണ്. നോർമലി നമുക്ക് നഴ്സിംഗ് ഫൗണ്ടേഷൻ ലാബ് ആണ് ഉണ്ടാവാറുള്ളത്. ഈ ഒരു ഇതിൽ കണ്ടു, നഴ്സിംഗ് ഫൗണ്ടേഷൻ റൂം എന്ന് പറയുന്നത്, അതായത് സ്റ്റുഡൻസിന് പുറത്തോട്ട് പോകാനുള്ള ഇൻ്റർവ്യൂ കാര്യങ്ങളൊക്കെ ഫസ്റ്റ് ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്ന റൂമും കൂടിയാണ് നമ്മളുടെ ഇതിൽ വരുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഇഞ്ചക്ഷൻ ചെയ്യേണ്ടത് ഇതെല്ലാം നമുക്ക് കുട്ടികൾക്ക് ഇവിടുന്ന് പഠിപ്പിച്ചു കൊടുത്തതിന് ശേഷമാണ് നമുക്ക് പ്രാക്ടിക്കലായിട്ട് അവർക്ക് ഹോസ്പിറ്റലിൽ പോയി ചെയ്യുന്നത്. സ്റ്റുഡൻസിന് കൃത്യമായിട്ടുള്ള പ്രാക്ടിക്കൽ സെക്ഷൻ അവർ കൊടുക്കുന്നുണ്ട്. ആദ്യം ഡെമ്മിയിലാണ് പ്രാക്ടിക്കൽസ് എല്ലാം കൊടുക്കുന്നത്. അതിനുശേഷം അവർ ഹോസ്പിറ്റലിലേക്ക് പോകും. പോസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ ഫസ്റ്റ് ഇയർ ഓൺവേർഡ്സ് തന്നെ ചെറുതായിട്ട് സ്റ്റുഡൻസിനെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മളുടെ കോളേജിൻ്റെ ന്യൂട്രീഷൻ ലാബ് വരുന്നതാണ് കേട്ടോ.
അപ്പോൾ ഇതാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞ ന്യൂ ആയിട്ടുള്ള അപ്ഡേഷനുള്ള കോളേജിന് വന്നേക്കണം കേട്ടോ. അതായത് സെക്കൻഡ് ഫ്ലോറിൽ അലൈഡ് ഹെൽത്ത് സയൻസിന് ക്ലാസ് റൂംസ് മാത്രമാണ് വരുന്നത്. ആദ്യം നമുക്ക് ഫസ്റ്റ് ഫ്ലോറിൽ തന്നെയായിരുന്നു BS നഴ്സിംഗും അലൈഡ് ഹെൽത്ത് സയൻസ് എല്ലാം. പക്ഷേ ഇപ്പോൾ നമുക്കത് സെപ്പറേറ്റ് ചെയ്തിട്ട് ഇവർക്ക് അലൈഡ് ഹെൽത്ത് സയൻസുകാർക്ക് മാത്രമായിട്ടുള്ളൊരു സെക്ഷനാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഇത് നമ്മളുടെ OTATയുടെ ക്ലാസ് റൂമാണ് കേട്ടോ. സ്റ്റുഡൻസ് കുറവാണെന്നല്ല, ഇത്രയും നമുക്കൊരു ക്ലാസ് റൂംസിൽ സ്റ്റുഡൻസിൻ്റെ എണ്ണം ഒരു 10 to 15 ഉള്ളിൽ നമുക്ക് കോഴ്സിന് UGCയുടെ അഫിലിയേഷൻ വരുന്നുള്ളൂ. അതായത് UGCയുടെ നിയമപ്രകാരം ഒരു ക്ലാസ്സിൽ നമ്മളുടെ അലൈഡ് ഹെൽത്ത് സയൻസിൻ്റെ കോഴ്സുകളുടെയൊക്കെ എണ്ണം നമുക്ക് എല്ലാ കോഴ്സുകൾക്കും ഒരു 10 to 15 മാക്സിമം ഒരു 20 കുട്ടികൾ വരെയാണ് നമുക്ക് വരിക. അപ്പോൾ നമുക്കിവിടെ അവൈലബിൾ ആയിട്ട് വരുന്നത് 10 to 15 ഉള്ളിലാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലായിരുന്നു ഇവിടെ ഒരു സ്പെഷ്യാലിറ്റി, വേറൊരു സ്പെഷ്യാലിറ്റി ഉണ്ടെന്നുള്ളത്. ഇത് നമ്മളുടെ സ്റ്റുഡൻസിനെ ജർമ്മൻ ലാംഗ്വേജ് പഠിപ്പിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഇവിടെ പഠിപ്പിക്കുന്നതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇപ്പോൾ ജർമ്മനിയിലുള്ള ഒരു മാം അവർ ഡയറക്റ്റ് ആയിട്ട് ഇവിടെ വന്ന് പഠിപ്പിക്കുകയാണ് കേട്ടോ. ഇത് നമ്മുടെ സ്റ്റുഡൻസിന് ഫുഡ് കഴിക്കാനുള്ള ഏരിയ കേട്ടോ. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്, നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. സ്റ്റുഡൻസ് ഇപ്പോൾ ഉച്ചയ്ക്ക് ടൈം ആവുന്നേ ഉള്ളൂ, വരാനുള്ള ടൈം ആവുന്നേ ഉള്ളൂ കേട്ടോ. നല്ല നീറ്റാണ് കേട്ടോ, നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. നമ്മുടെ കോളേജിൻ്റെ ബാക്ക് സൈഡ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ തൊട്ട് ഈ ഒരു കോമ്പൗണ്ടിൽ തന്നെയാണ് നമ്മളുടെ കോളേജിൻ്റെ ഹോസ്പിറ്റൽ വരുന്നത്. അപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം ഹോസ്പിറ്റൽ എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഇതാണ് നമ്മളുടെ കോളേജിൻ്റെ ഒരു ഹോസ്പിറ്റൽ വരുന്നത്. 2 സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണ്. അപ്പോൾ ഒരു ഹോസ്പിറ്റൽ വരുന്ന ഇതാണ്. ഒന്ന് നമ്മുടെ ക്യാൻസറിന് വേണ്ടി മാത്രമായിട്ടുള്ള ഹോസ്പിറ്റലാണ്. അപ്പോൾ ഇതിലാണ് നമ്മുടെ സ്റ്റുഡൻസിനുള്ള എല്ലാ ട്രെയിനിങ് സെക്ഷൻസും ക്ലിനിക്കൽ പ്രാക്ടീസൊക്കെ കൊടുക്കുന്ന ഹോസ്പിറ്റൽ ഇതാണ് കേട്ടോ. അപ്പോൾ നമ്മളുടെ കോളേജിൻ്റെ ഹോസ്പിറ്റലിൽ NABH അക്രഡേഷൻ ഉള്ളതാണ് കേട്ടോ. ഈ NABH അക്രഡേഷൻ ഉള്ള കോളേജിലെ ക്ലിനിക്കൽ പ്രാക്ടീസ് നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നിങ്ങൾക്ക് ജോലി കിട്ടാനുള്ള സാധ്യത കുറച്ചും കൂടി കൂടുതലാണ്. കാരണം എല്ലാ ഹോസ്പിറ്റലും NABHൻ്റെ അക്രഡേഷൻ ഉള്ളതല്ല. അപ്പോൾ നമ്മുടെ ചാർക്കോസിൻ്റെ കോളേജിൻ്റെ ഹോസ്പിറ്റലിൽ NABH അക്രഡേഷൻ ഉള്ള ഒരു ഹോസ്പിറ്റലാണ് നമുക്ക് വരുന്നത്. നമ്മളൊരു മെഡിക്കൽ സയൻസിൻ്റെ കോഴ്സ് എടുത്ത് പഠിക്കുകയാണെങ്കിൽ അത് ഏറ്റവും ആദ്യം വേണ്ടത് നമുക്ക് നല്ലൊരു ക്ലിനിക്കൽ പ്രാക്ടീസ് കിട്ടുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മളുടെ ചാർക്കോസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഹോസ്പിറ്റലാണെന്ന് വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. നല്ല പേഷ്യൻ്റ് കൗണ്ടാണ് കേട്ടോ. അതുപോലെ NABH അക്രഡേഷനുള്ള ഹോസ്പിറ്റലാണ്. ഭയങ്കര പേഷ്യൻ്റ് കൗണ്ടാണ് ഈ ഒരു ഹോസ്പിറ്റൽ വരുന്നത്. എപ്പോൾ വരികയാണെങ്കിലും ഭയങ്കര തിരക്കായിരിക്കും. ഇത് നമ്മൾക്കൊരു 5 ഫ്ലോറായിട്ടാണ് നമ്മളുടെ ഹോസ്പിറ്റൽ വരുന്നത് കേട്ടോ. നല്ല പേഷ്യൻ്റ് കൗണ്ട്, അതുപോലെ ഓപ്പറേഷൻ തിയേറ്ററിൽ എത്തുന്നുണ്ട്. അപ്പോൾ നല്ല ക്ലിനിക്കൽ പ്രാക്ടീസ് നമ്മുടെ സ്റ്റുഡൻസിന് കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം കേട്ടോ ഈ ഒരു കോളേജ്. കാരണം ക്ലിനിക്കൽ പ്രാക്ടീസിൻ്റെ കാര്യത്തിലൊക്കെ 100% പക്കയായിട്ടുള്ള ഒരു കോളേജാണ് ചാർക്കോസ്. ഇനി നമുക്ക് വരുന്നത് നമ്മളുടെ കോളേജ് ഹോസ്റ്റലിൻ്റെ കാര്യമാണ് കേട്ടോ. കോളേജ് ഹോസ്റ്റൽ നമുക്ക് വരുന്നത് ഈ കോളേജിൽ നിന്ന് 2 കിലോമീറ്റർ അപ്പുറമാണ്. അപ്പോൾ അത് നമുക്ക് കോളേജിൽ തന്നെ ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ്. നമ്മുടെ കോളേജ് ബസ്സിൽ തന്നെ സ്റ്റുഡൻസിനെ കൊണ്ടുവരുന്ന ഒരു രീതിയാണ് നമ്മുടെ കോളേജിൽ വരുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മളുടെ കോളേജ് വരുന്നത്. നമ്മുടെ ചാർക്കോസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ വരുന്നത്. കോളേജിൻ്റെ ഓൺ ഹോസ്പിറ്റൽ നമ്മൾ കണ്ടു. അതുപോലെ നമ്മളുടെ മറ്റുള്ള ഫെസിലിറ്റീസ് മറ്റ് കോളേജിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ജർമ്മൻ ലാംഗ്വേജ് പഠിപ്പിക്കുന്നുണ്ടെന്നുള്ളതാണ്. മറ്റൊന്ന് നമുക്ക് ഈ പറഞ്ഞ പോലെ OSCE, CBT ഇതുപോലുള്ള, അതുപോലെ IELTS പോലുള്ള ട്രെയിനിങ്ങിന് നമുക്ക് ലാംഗ്വേജിനൊക്കെ എൻട്രൻസിനൊക്കെ നമുക്ക് ഒരു ട്രെയിനിങ് ഇവർ കൊടുക്കുന്നുണ്ട്. ഇവിടെ തന്നെയാണ് നമുക്ക് ഓൺ എക്സാം സെൻറ്റർ വരുന്നത്. അതുപോലെ വാല്യൂഷൻ ക്യാമ്പ് ഇവിടെ തന്നെയാണ് വരുന്നത്. രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി അണ്ടറിലാണ് കോളേജ് വരുന്നത്. എക്സാക്റ്റ് മൈസൂർ തന്നെയാണ്. മൈസൂരിന് ഒരു 5 കിലോമീറ്റർ ഉള്ളൂ. നമുക്കതൊരു ഊബർ വിളിച്ച് വരാവുന്ന ദൂരത്താണ് നമ്മുടെ കോളേജ് വരുന്നത്. ഒരു പ്രീമിയം ലെവലിൽ നിങ്ങൾക്ക് പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതും നമുക്ക് ഈ പറഞ്ഞ എൻട്രൻസ് എക്സാമോട് കൂടെ നമുക്കത് ക്രാക്ക് ചെയ്തെടുക്കാനൊക്കെ വളരെ ഈസിയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് വേറൊരു ഓപ്ഷൻ നോക്കാതെ തന്നെ നമുക്ക് ചാർക്കോസ് ചൂസ് ചെയ്യാവുന്നതാണ്. ഒരു ആവറേജ് ഫീസാണ് വരുന്നത്. നഴ്സിംഗിന് തന്നെ നമുക്കൊരു 12 ലക്ഷത്തിനുള്ളിലാണ് വരുന്നത് വിത്ത് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അടക്കം. അതുപോലെ തന്നെ നമുക്ക് അലൈഡ് ഹെൽത്ത് സയൻസിൻ്റെ കോഴ്സിന് ടോട്ടൽ ഫീസ് 7
2,25,000 രൂപ. അതുപോലെ മറ്റുള്ള കോഴ്സുകൾക്ക് വരുന്നത് MLTക്കൊക്കെ നമുക്ക് 6,00,000 സംതിങ് ആണ് നമുക്ക് വരുന്നത്. അപ്പോൾ അത്രയും നല്ല ക്വാളിറ്റിയോട് കൂടെ നല്ല ക്വാളിറ്റി ഉള്ള എഡ്യൂക്കേഷനാണ് നമ്മൾ ഇവിടെ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് കേരളത്തിലെ സ്റ്റുഡൻസിന് എടുക്കാൻ പറ്റും. മാത്രമല്ല ഒരു 90% സ്റ്റുഡൻസ് മലയാളീസാണ് പഠിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിനുള്ള അങ്ങനെയുള്ള എല്ലാ രീതിയിലുള്ള ഫെസിലിറ്റീസും നമുക്ക് ഈ കോളേജിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഈ ഒരു കോളേജ് ചൂസ് ചെയ്യാവുന്നതാണ്. കേരളത്തിൽ +2 കഴിഞ്ഞ് സയൻസ് കഴിഞ്ഞ് നിൽക്കുന്ന സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ അവർക്ക് നല്ലൊരു കോളേജാണ് അവർ അന്വേഷിക്കുന്നതെങ്കിൽ മൈസൂർ വൺ ഓഫ് ദി ബെസ്റ്റ് ഓപ്ഷനാണ് നമ്മുടെ ചാർക്കോസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ കോളേജിലേക്ക് നേരിട്ട് നിങ്ങൾക്ക് വിസിറ്റ് ചെയ്യാവുന്ന, നിങ്ങൾക്ക് ഡയറക്റ്റ് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ഹെൽപ്പും നമ്മൾ ചെയ്യുന്നതാണ്. ഈ കാണുന്ന നമ്പർ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി. കോളേജിൽ നിങ്ങൾ വിസിറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കുക. അങ്ങനെയുള്ള ഒരു സൗകര്യം നമ്മൾ കോളേജിൻ്റെ ഭാഗത്തുനിന്നുണ്ട്. അപ്പോൾ ഈ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾ പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ അഡ്മിഷൻ എല്ലാം കൺഫേം ആക്കാവുന്നതാണ്. ഓൾമോസ്റ്റ് സീറ്റ്സ് ഒക്കെ ഫില്ലായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇനി പെട്ടെന്ന് തന്നെ നിങ്ങൾ ഈ കാണുന്ന നമ്പറിലേക്ക്